മുറ്റത്ത് നിർത്താതെയുള്ള മഴ തണുപ്പായതുകൊണ്ട് മൂടിപ്പുതച്ച് കിടക്കുകയാണ് നമ്മുടെ നായിക ഷാന. കിടത്തം കണ്ടാൽ എന്താ പാവം. കാണാൻ പെണ്ണാണെന്നേ ഉള്ളൂ, ആണിന്റെ സ്വഭാവമാ. ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം തിരിച്ചു പറയും. അങ്ങനൊരു മുതല്. കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലാട്ടോ, എന്നാലും ആ കണ്ണ് അതൊരു വല്ലാത്ത കണ്ണാണ്. നല്ല മൊഞ്ചുള്ള വെള്ളാരം കണ്ണ്. അത് കണ്ടാൽ തന്നെ ആരേലും നോക്കിപ്പോകും. നീട്ടി വലിച്ചിട്ട കൺമഷി അതിന് ഭംഗി കൂട്ടും. ഷാന, ഷാന, എണീക്കടി, എണീക്കാൻ. ഉമ്മയാണ്. പഹയത്തിക്ക് ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനൊരു ചിന്തയില്ലാതെ പോത്തുപോലെ കിടന്നുറങ്ങുക. ഡി, എണീക്കാൻ. സമയം എട്ടാവാറായി. ഇനിയും ഉറങ്ങാണേൽ നീ കോളേജിൽ പോവേണ്ടി വരില്ല. മനസ്സില്ല മനസ്സോടെയാണേലും നമ്മുടെ നായിക പുതപ്പിന് പുറത്ത് വന്നോട്ടോ. എന്തിനാ ഉമ്മ ഇങ്ങനെ തൊള്ള പൊട്ടിക്കുന്നത്? ഉറങ്ങാനും സമ്മതിക്കൂല. നീ കിടന്നിറങ്ങിക്കോടി. ഇന്ന് കോളേജിൽ പോവേണ്ട ഓർമ്മയൊന്നും ഇല്ലേ നിനക്ക്? നിന്റെ റബ്ബേ കോളേജ് എന്നും പറഞ്ഞ് എണീറ്റ് കണ്ണ് ചിമ്മിത്തുറക്കുന്നതിനേക്കാൾ സ്പീഡിൽ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ കണ്ണെഴുതുക. ഉമ്മ, ഷാന എവിടെ? സനയാണ്. ഷാനയുടെ ഒരേയൊരു ചങ്ക് എന്ന് കരുതി ഷാനയെ പോലെ അല്ലാട്ടോ, ആള് പാവാ. അധികം ആരോടും സംസാരിക്കില്ല. മുറിയിലുണ്ട് മോളെ. അവൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എത്ര നേരമായി ആ കണ്ണാടിയുടെ മുന്നിൽ. അവളെ കണ്ട് കണ്ട് കണ്ണാടിക്ക് തന്നെ മടുത്തു കാണും. മതിയുമ്മ, രാവിലെ തന്നെ ചളിയടിക്കാതെ. ഞാൻ സത്യം പറഞ്ഞതാ. അതിന് ജീവനുണ്ടായിരുന്നെങ്കിൽ എന്നെ നിന്നെ കൊന്നേനെ. ഉമ്മ, എന്റെ വായിന്ന് വല്ലതും കേൾക്കും. മതി ഷാന, വാ പോവാം. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആക്കണ്ട. ആ ഉമ്മ, ഞങ്ങൾ ഇറങ്ങാം. നീ ഒന്നും കഴിച്ചില്ലല്ലോ ഷാന? കഴിച്ചിട്ട് വേണ്ട. ഉമ്മാന്റെ ചളിപറിച്ചിലൊക്കെ കേട്ട് എന്റെ വയറ് നിറഞ്ഞു. പോട്ടെ, അസ്സലാമലൈക്കും. നടന്നുകൊണ്ടാണ് യാത്ര. ബസ് ഇല്ലാഞ്ഞിട്ടല്ലാട്ടോ സനിയ നടക്കാമെന്ന് പറഞ്ഞത്. അതിന് കാരണവുമുണ്ട്. ഷാനയെയും കൂട്ടി ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ലേൽ അവൾ കച്ചറ ഉണ്ടാക്കും. ഇതാവുമ്പോ നാണം കെടേണ്ടല്ലോ. ഡി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബസ്സിൽ പോവാന്ന്. ഇതൊരുപാട് നടക്കാനുണ്ടല്ലോ. അത് സാരമില്ല, നടത്തം നല്ലതല്ലേ. തന്നെ തന്നെ. സന ഒന്ന് ചിരിച്ചു. ഷാനയെ കൊണ്ട് പാവം കുറെ നാണം കെട്ടിട്ടുള്ളതാ, അതുകൊണ്ടാട്ടോ. അങ്ങനെ കോളേജിന്റെ കവാടമെത്തി. എൻ്റെ അല്ലോ, അവസാനമെത്തി. എൻ്റെ കാലും പൊളിഞ്ഞു. ഷാനയുടെ സംസാരം കേട്ട് സന ചിരിച്ചു. നീ ചിരിക്കണ്ട, എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. വാ നടക്ക്. ഡി, ഓരോന്നിൻ്റെ കോലം കണ്ടോ? ചിരി വരുന്നു. ഫസ്റ്റ് ഡേ വല്ല റാഗിങ്ങും. എനിക്ക് പേടിയാവുന്നു. ഷാന, റാഗിങ്? ഒന്നും മിണ്ടാതെ വാടി. ഹലോ, ഇങ്ങോട്ട് വാ. ഷാന തിരിഞ്ഞു മറിഞ്ഞു നോക്കി. ഡി, നിന്നോട് തന്നെ. സീനിയർ ഗേളാണ്. എന്നെയോ എന്ന് ആംഗ്യഭാഷയിൽ ഷാന ചോദിച്ചു. നിന്നെ തന്നെ. 4-5 എണ്ണമുണ്ട്, ആണും പെണ്ണൊക്കെയായി. ഷാന അവരുടെ അടുത്തോട്ട് നടന്നു. പിന്നാലെ സനയും. എന്താടി നിന്റെ പേര്? ഷാന. എന്തോന്ന്, ആനയോ? അല്ല, ആമ. എന്തേ? ഡാ അജു, ഇവൾ ആനയും ആമയുമൊന്നുമല്ലാട്ടോ, പുലിയാ. കൂട്ടത്തിലൊരുത്തൻ അടുത്തിരുന്നവനോട് പറഞ്ഞു. ഡി, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. സന തല താഴ്ത്തി മുന്നോട്ട് നിന്നു. നിന്റെ പേരെന്താ? സന. മുഖത്ത് നോക്കി പറയടി. സന പേടിച്ച് തലപൊക്കി. ഇനി പറ, എന്താ പേര്? സന. നിന്നെ പോലെയല്ല ഇവൾ, പാവമാണെന്നാ തോന്നുന്നത്. കൂട്ടത്തിലൊരുത്തി. ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ സ്വഭാവമുള്ളവരല്ലല്ലോ. നിനക്ക് എന്താടി ഇത്രയ്ക്ക് അഹങ്കാരം? അഹങ്കാരമല്ല, ഉള്ളത് പറഞ്ഞതാ. അത് അഹങ്കാരമായി തോന്നിയത് എൻ്റെ കുറ്റമല്ല. മതിയടി നാവളക്കിയത്. നിന്നെ ഞങ്ങൾ എടുത്തോളാം. ഓ, ആയിക്കോട്ടെ. വാടി. ഷാന സനയുടെ കയ്യും പിടിച്ച് ക്ലാസ്സിൽ ചെന്നിരുന്നു. നീ എന്തിനാ ഷാന അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി എന്തൊക്കെ ഉണ്ടാവോ എന്തോ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അല്ല, അവന്മാർ പറയുന്നതും അങ്ങ് വാപൊത്തി കേട്ട് ഇങ്ങ് പോരുക. ഒന്ന് പോടി. ഇതിനൊക്കെ മറുപടി പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ, ഇല്ലേ തലേ കയറും. നീ മിണ്ടാതെ നിന്നപ്പോൾ നിനക്കിട്ട് 2 തരാൻ തോന്നിയതാ. എനിക്ക് പേടിയാ, അതാ ഞാൻ ഒന്നും. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. സാറാണ്. കണ്ടാ വലിയ കുഴപ്പമില്ല, 30 വയസ്സൊക്കെ കാണും. എന്നാലും ചുള്ളനാ. എൻ്റെ പേര് അജിനാസ്. ഇനി നിങ്ങൾ ഓരോരുത്തരും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തൂ. ഓരോരുത്തരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഷാനയാണൽ ബോറടിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കുക. അടുത്ത ഊഴം ഷാനയ. അവളാണേൽ മഴയെയും പ്രകൃതി ഭംഗിയെയും ആസ്വദിച്ചങ്ങിരിക്കുക. അതങ്ങനാണല്ലോ, ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുമ്പോൾ മുറ്റം നോക്കിയിരിക്കാൻ വല്ലാത്ത രസം. ഹലോ. സാറ് ടേബിളിൽ തട്ടി വിളിച്ചു. ഇവളുണ്ടോ കേൾക്കുന്നു. ഹലോ. ഡി, അതാ സാറ് വിളിക്കുന്നു. സന പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. താൻ അവിടെ എന്തു നോക്കിയിരിക്കുക? നീ ഇവിടെ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. വീട്ടിലിരുന്ന് കണ്ടാൽ പോരായിരുന്നോ? ഷാന പറയാനോങ്ങിയതും സന തടഞ്ഞു. ആംഗ്യത്തിൽ വേണ്ടെന്ന് തലയാട്ടി ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. പേര് പറ. ഷാന. ഇരിക്ക്. ഇനി ഇവിടെ ശ്രദ്ധിക്ക്. മഴയൊക്കെ വീട്ടിലെത്തിയിട്ട് ആസ്വദിക്കാം.
അവളൊന്ന് പുച്ഛിച്ചു. എങ്ങനെയോ സമയം തട്ടിക്കൂട്ടി അവർ കഴിഞ്ഞു. ഫ്രീ ടൈമിൽ ക്ലാസ്സിലുള്ളവരോട് സംസാരിച്ചിരിക്കുവാണ് ഷാനയും സനയും. പെട്ടെന്നാണ് സീനിയേഴ്സ് കടന്നു വന്നത്. ഷാനയ്ക്ക് ചുറ്റും നിന്നു. ക്ലാസ്സിലുള്ള മറ്റുള്ളവരോട് പുറത്തു പോവാൻ പറഞ്ഞു. സന ഷാനയുടെ അടുത്തായി നിന്നു. മറ്റുള്ളവർ ഇറങ്ങി. നിന്നോടിന് പ്രത്യേകം പറയണോ? ഇറങ്ങിപ്പോ പുറത്തോട്ട്. ഒന്നും പറയാതെ അവൾ ഇറങ്ങി. വലിയ ശബ്ദത്തോടു കൂടി വാതിലടച്ചു. സന ബുക്ക് നോക്കി ഇരിപ്പാണ്. അവൾ അവരെ മൈൻഡ് ചെയ്തില്ല. നീ ആരാടീന്ന നിന്റെ വിചാരം? ഷാന ഒന്നും വേണ്ടിയില്ല. അവളുടെ ഒരു അഹങ്കാരം. നീ ഞങ്ങളെ വെല്ലുവിളിക്കുമോ? വെല്ലുവിളിയോ? പിന്നെ വേണ്ടി വന്നാൽ ചിലപ്പോൾ വിളിച്ചു. പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. ഓഹോ, അങ്ങനെയാണോ? കയറി വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അവൾ ആളാവാൻ നിൽക്ക. നീ നോക്കിക്കോ, നിന്നെ അധികം ഇവിടെ പൊറപ്പിക്കില്ല. അത് പറയേണ്ടത് നീയാണോ? നിന്റെ ചിലവിലല്ല ഞാനിവിടെ പഠിക്കുന്നത്. നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യ്. മാറി നിൽക്കങ്ങോട്ട്. അവളെയും തട്ടിമാറ്റി ഷാന പുറത്തേക്ക് നടന്നു. നിക്കടി അവിടെ. ചേട്ടന്മാർ ഇവിടെ ഉള്ളപ്പോൾ നീ അവളെ വെല്ലുവിളിക്കുന്നു. ചേട്ടന്മാരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവളൊന്ന് പുച്ഛിച്ചു. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ സീനിയേഴ്സാണ്, സമ്മതിച്ചു എന്ന് കരുതി തലേക്കറാൻ നിന്ന നീ എന്ത് ചെയ്യൂടി എന്നും പറഞ്ഞ് അവൻ ഷാനയുടെ കൈ പിടിച്ചു വലിച്ചു. കൈവിട്, ഇല്ലെങ്കിൽ കൈവിടടാ. നീ എന്തോന്ന് ചെയ്യും? ഇപ്പോൾ എവിടെടി നിന്റെ അഹങ്കാരം? ദേഷ്യം കൂടിയപ്പോൾ അവൻ്റെ കരണത്തിട്ടൊന്നു കൊടുത്തു. അവൻ കൈവിട്ട് പിന്നോട്ട് നീങ്ങി. ദേഹത്ത് തൊട്ട വിധം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. ദേഷ്യത്തോടെ ഇറങ്ങി വന്ന ഷാനയെ കണ്ടപ്പോൾ സനയ്ക്ക് പന്തികേട് തോന്നി. ഷാന, ഡാ എന്തു പറ്റി? അവർ വല്ലതും ചെയ്തോ? ഡാ എന്താ ഉണ്ടായത്? പറ. നീ ഒന്നും മിണ്ടാതെ നിന്ന് സന. പറയടാ, എന്താ ഉണ്ടായത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നൊന്നും അവൾ മിണ്ടിയില്ല. നീ എന്തിനാ മുബി അവളെ കയറി പിടിച്ചത്? അജു. ഇവനാണ് നമ്മുടെ നായകൻ അജു അജ്മൽ. കാണാൻ കൊള്ളാം മഞ്ചൻ, പക്ഷെ എന്തു പറയാൻ, സ്വഭാവം എൻ്റെ പൊന്നോ എല്ലാ കുരുത്തക്കേടുമുണ്ട്. എന്നാലും പാവാട്ടോ. എന്തോ നമ്മുടെ നായികയെ കണ്ടപ്പോൾ ഒന്ന് സൈലൻ്റായി. ഇല്ലേ കാണായിരുന്നു. പിന്നെ അവൾക്കത്ര അഹങ്കാരം. അപ്പം പിന്നെ പിടിക്കാതിരിക്കോ? എന്നാലും അവൾ തല്ലുമെന്ന് കരുതിയില്ല. കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ സമാധാനായില്ലേ? വെറുതെ. എന്തൊക്കെ ഒപ്പം നിനക്ക്? ബാക്കിയുള്ളവരെയൊക്കെ റാഗിങ് ചെയ്യാൻ ഭയങ്കര ഉഷാറാണല്ലോ. ഇവളുടെ കാര്യത്തിൽ മാത്രം നീ എന്താ ഇച്ചിരി പിന്നോട്ട്? ഒന്ന് പോടോ. പിരാന്ത് പറയാതെ. അവളോട് മിണ്ടാൻ നിന്ന മുതലാവില്ലെന്ന് രാവിലെ പേര് ചോദിച്ചപ്പോഴേ മനസ്സിലായില്ലേ? എന്നാലും അവളുടെ അഹങ്കാരം. അവൾ വല്ലാത്ത മുതല. ഇങ്ങനെയുണ്ടോ പെമ്പിള്ളേര്? നമ്മുടെ കൂട്ടത്തിലില്ലേ രണ്ടെണ്ണം. എന്നാലും അവളുടെ അത്രയും ഉണ്ടാവില്ല. അവളെ കിട്ടുന്നവൻ്റെ ഗതികേട്. ഇനി അവൾക്കിട്ട് താങ്ങാൻ നിൽക്കണ്ട. നിനക്ക് തന്നെ പണി കിട്ടും. അതിൻ്റെ ഡോസാണ് നിന്റെ മുഖത്തെ പാട്. ഒന്ന് പോടാ. അവൾക്കിട്ട് ഞാൻ താങ്ങും. എനിക്കും കിട്ടും അവസരം. വേണ്ട, വിട്ടേക്ക്. വെറുതെ എന്തിനാ? നിനക്ക് എന്താടാ അവളെ കണ്ടപ്പോൾ ഒരിത്? എന്ത്? കാലം കുറെ ആയില്ല മോനെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോടാ. എന്നാലും അവളുടെ തൻ്റെ ഇടം ഇഷ്ടായി. പെണ്ണാണിൽ അങ്ങനെ ആവണം. ഡാ, അവളുമാരൊക്കെ എവിടെ? അതാ വരുന്നു. നിക്ക്. ഇവരെ ഗ്യാങ്. അത് പറഞ്ഞില്ലല്ലോ. ഞാനതൊക്കെ മറന്നു. 5 ഫിംഗേഴ്സ്, അതാണ് ഇവരുടെ ഗ്രൂപ്പിന്റെ പേര്. ആയിഷ, തസ്നി, അജു, മുബി, പിന്നെ ജാബി. മൊത്തം കുരുത്തക്കേടിന്റെ ഉസ്താദ. എന്നാലും എന്തുണ്ടായാലും ഇവരൊന്നാ. ഇനി ബാക്കി കഥ. മുബി, എങ്ങനെയുണ്ടായിരുന്നു അവളുടെ അടി? സുഖമുണ്ടോ? ദേ തസ്നി, മിണ്ടാതെ നിന്നോ, ഇല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചിരിക്കുക. എന്തായാലും അവളൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. അവൾക്കിട്ട് എന്തേലും ഒപ്പിക്കണം. എന്തേലും ഒന്ന് പറ കോപ്പുകളെ. മിണ്ടാതിരിക്കുന്നേ. തസ്നി, ഞാനിനി അവളോട് മുട്ടാനില്ല. എപ്പോ അടികിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ആയിഷയാണ്. പോടി, നീ ഒന്നും ചെയ്യണ്ട. അവൾക്ക് ഞാൻ കൊടുത്തോളാം. എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്നാ മതി. അതിനെങ്കിലും പറ്റുമോ? ഉവ്വേ. തസ്നി, നീയും അടിമേടിക്കാനുള്ള പുറപ്പാടാണോ? അജു എന്തായാലും അവളെ വിടാനുള്ള പ്ലാനില്ല. ഒന്നെങ്കിൽ അവൾ, ഇല്ലെങ്കിൽ ഞാൻ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ പോവാ. ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നാളെ കാണാം. ഓക്കേടാ. അവൻ വീട്ടിലേക്ക് നടന്നു. ചെറിയ ഓടിട്ട വീട്. ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. ഉപ്പ വിട്ടുപോയിട്ട് കൊല്ലം 10 കഴിഞ്ഞു. ഇപ്പോൾ വീട് നോക്കുന്നത് അജു ആണ്. ഫ്രീ കിട്ടുന്ന ടൈമിൽ എല്ലാ പണികളും ചെയ്യും. വീടിന്റെ മുറ്റത്ത് പെങ്ങൾ അവളുടെ ചെടികളെയും താലോലിച്ച് നടക്കുക. അനു, ഉമ്മ എവിടെ? അപ്പുറത്തുണ്ടിക്ക അഹാന. ഒരേയൊരു പെങ്ങൾ. അവളെന്ന് വെച്ചാൽ ജീവന. തിരിച്ച് അഹാനയ്ക്കും. 10ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. നീ ഈ ചെടീനെ നോക്കി നിന്നോ? പഠിക്കാനൊന്നുമില്ലേ? 10ാം ക്ലാസ്സിലാണെന്നുള്ള വല്ല വിചാരമുണ്ടോ നിനക്ക്? എൻ്റെ ഇക്ക, ഞാൻ വന്നിട്ട് കുറച്ച് നേരേ ആയുള്ളൂ. രാവിലെ തൊട്ട് സ്കൂളിൽ നിന്ന് ഇതന്നെയല്ലേ. ഇച്ചിരി നേരം ഇതിനെ ഒന്ന് താലോലിച്ചോട്ടെ. അജു ഒന്ന് ചിരിച്ചകത്തേക്ക് നടന്നു. എന്താ മോനെ, ഇന്ന് ഹോസ്പിറ്റലിൽ പോവാനുള്ളതല്ലേ? വേഗം ഒരുങ്ങിക്കേ. വേണ്ട മോനെ, ഉമ്മാക്ക് വേദനയൊക്കെ കുറവുണ്ട്. വേദന ഉണ്ടായാൽ പോവാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വന്ന്. വേണ്ടടാ, ഉമ്മാക്ക് നല്ല മാറ്റമുള്ളോണ്ടല്ലേ.
ശ്രദ്ധിക്കണം, ഇനിയും വീണാൽ കാലിന് കിട്ടി മൂലക്കിരിക്കേണ്ടി വരും. ചിരിച്ചോണ്ട് ഉമ്മ അടുക്കളയിലോട്ട് നീങ്ങി. അജു റൂമിലോട്ടും ഡ്രസ്സൊക്കെ മാറ്റി കട്ടിലിൽ കിടന്നു. മനസ്സിൽ നമ്മുടെ നായികയാ. അത്രയ്ക്കും തൻ്റെ ഇടമുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ദേഷ്യത്തിലാണെങ്കിലും അവളുടെ ആ നോട്ടം, ഹോ! ചിന്തയിൽ മുഴുകി എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. പെങ്ങൾ വിളിച്ചപ്പോഴറിഞ്ഞത്. ഞെട്ടിയണീറ്റു. എന്തുറക്കമായിക്ക, സമയം ഒരുപാടായില്ലേ? വന്നിട്ടൊന്നും കഴിക്കാതെ കിടന്നതല്ലേ? വാ, വന്ന് കഴിക്ക്. ആ, ഞാൻ വരാം, നീ പൊക്കോ. ആ, വന്നാ മതി. വരാടി. അനു തിന്നാനുള്ളതും എടുത്തു വെച്ച് കാത്തിരിക്കുക. ഉമ്മ എവിടെയാനു? കിടന്നു ഇരിക്കുക. കഴിക്കുന്നതിനിടയിലാണ് അവളുടെ ചോദ്യം. അല്ലൈക്ക, ഇന്നലെ എന്തൊക്കെയോ വീമ്പിളക്കിയിരുന്നല്ലോ. പുതിയ കുട്ടികളുടെ ഫസ്റ്റ് ഡേ റാഗിങ് അങ്ങനെ എന്തൊക്കെയോ. എന്നിട്ടെന്തായി? അത് പറഞ്ഞപ്പോളാ നിനക്ക് പറ്റിയൊരു മുതലുണ്ട് കോളേജിൽ. എനിക്ക് പറ്റിയതോ? അതെ, നിനക്ക് പറ്റിയത് ഒരുത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അവൾ ആണാണോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാ സ്വഭാവം. ആഹാ, എങ്ങനെ കാണാൻ കൊള്ളാവോ? കാണാൻ നിന്നെ പോലെ മൊഞ്ചൊന്നും ഇടയിൽ എനിക്കിട്ട് താങ്ങേണ്ട. സത്യാടി, വലിയ മൊഞ്ചൊന്നുമില്ല, സ്വഭാവം കൊള്ളാം. എന്തിനേയും നേരിടാനുള്ള തൻ്റെ ഇടം അതെനിക്കിഷ്ടായി. എങ്ങനെ? ഒന്നുമില്ല, വെറുതെ പറഞ്ഞതാ. ഉവ്വ്. എന്താടി, വല്ലാണ്ടാക്കല്ലേ. ആ മതി, നീ കിടന്നോ. നാളെ ക്ലാസ് ഉള്ളതല്ലേ, ഞാനെല്ലാം എടുത്തു വെച്ചോളാം. അത് വേണ്ട, ഞാൻ എടുത്തു വെച്ച് കിടന്നോളാം. ഇന്ന് എടുത്തോ മതി. കയ്യും കഴുകി മുറിയിൽ പോയി കതകടച്ച് കിടന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്നത്. അസ്നയാണ്. എന്താടി, ഉറക്കൊന്നുമില്ല നിനക്ക്? അതിലിക്ക, ആ ഇത്തയുടെ പേരെന്താ? ഏതിത്ത? നേരത്തെ പറഞ്ഞില്ലേ ആയിത്ത? ആ, അവളോ? അല്ല, അവളുടെ പേരെന്തിനാ നിനക്ക്? വെറുതെ അറിയാനാ, പറയിക്ക. ഇവളെ കൊണ്ട്. ഷാന. ഷാന കൊള്ളാലോ അല്ലേ? ഇത് പറയാനാ ഈ പാതിരാക്ക് വന്നേ? നീ പോയേനു? നമ്മൾ പോണ്. ഇങ്ങളെ ഉറക്കം കളയുന്നില്ല. പോടി. അവളൊന്ന് ചിരിച്ച് കഥകടച്ചു പോയി. നമ്മുടെ നായിക, അവളുടെ ചരിത്രം എഴുതാം. മനസ്സിലായില്ലേ? ഡയറി. ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങളൊക്കെ എഴുതി കുറിക്കുക. അല്ലേലും ഇങ്ങനെയുള്ളതൊക്കെ എഴുതി കാലങ്ങൾക്ക് ശേഷം വായിക്കാൻ രസ. സംഭവ സമയത്ത് കരഞ്ഞതാവാം, ബട്ട് വായിക്കുമ്പോൾ ചിരി വരും. എഴുത്തും കഴിഞ്ഞ് അലമാരയിൽ ഡയറി എടുത്ത് വെച്ച് കട്ടിലിനടുത്തേക്ക് നടന്നു. അന്യൻ ഷിനു നല്ല ഉറക്കത്തിലാ. പുതപ്പിച്ച് അവനരികിലായി കിടന്നു. ഓരോന്ന് ചിന്തിച്ച് എപ്പോഴോ ഉറങ്ങി. ഷാന ഡീ, എണീക്കാൻ. ഇനി എണീറ്റില്ല വെള്ളം കോരി ഒഴിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ റബ്ബേ, ഇവളെ കൊണ്ട് ക്ലാസ്സിന് പോവേണ്ട വിചാരണ്ട്. ഇങ്ങനെ കിടന്നുറങ്ങോ? ഇതിപ്പോൾ എണീപ്പിച്ച് തള്ളിപ്പായിക്കേണ്ട അവസ്ഥയായിപ്പോയല്ലോ പഠിച്ചോനെ. ഉമ്മ, ഇങ്ങക്ക് രാവിലെ തന്നെ എന്നെ പറഞ്ഞില്ലേ ഒരു സമാധാനം ഇല്ലല്ലേ? ദേ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഉമ്മ, ഷിനു ഇവിടെ? അവൻ നിന്നെ പോലെ അല്ലല്ലോ, അവൻ നേരത്തെ പോയി. നിങ്ങളെന്തിനാ ഉമ്മ രണ്ടെണ്ണം പ്രസവിച്ച് നിർത്തിയത്? ഒരഞ്ചാറെണ്ണം വേറായിരുന്നില്ലേ? എന്തേ? അല്ല, അങ്ങനാണേൽ എന്നെ പറയുന്നത് ഷെയർ ചെയ്യാൻ ആളുണ്ടായേന്. ഡിഡി. ഉമ്മ കയ്യിലും കൊണ്ട് അവളുടെ പിന്നാലെ ഓടി. അതോ ഞമ്മളെ കൊല്ലാൻ വരുന്നേ? ഇങ്ങനെ പോയാ നിന്റെ മയ്യത്ത് ഞമ്മൾ തന്നെ എടുക്കും. ഉമ്മൻ്റെ മുത്തല്ലേ? ഉമ്മയെ കോർത്ത് പിടിച്ച് കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. മതി കൊഞ്ചിയത്. നിന്റെ മോള് പോയി. ഒരുങ്ങ്, സന ഇപ്പൊ വരും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി സനയെ കാത്തിരിക്കുക മഞ്ചത്തി. ഇവളിതെവിടെ പോയി കിടക്കുക? സമയം ഒരുപാടായി. ഇനി നിന്ന് ക്ലാസ്സിന് പുറത്തു നിൽക്കേണ്ടി വരും.